ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ വിശേഷങ്ങളൊക്കെ മക്കളെ? വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോക്കൂലേ. രാവിലെ തന്നെ ഭയങ്കര വിഷമിപ്പിക്കണ വാർത്തകളാണ് കേട്ടതില്ലേ. അപ്പം ഇന്നലെ നടന്ന സംഭവമാണ്. അപ്പം ഞാനിത് നേരം വെളുക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഒന്നാമത് വീഡിയോ ഒന്നും കാണില്ല, യൂട്യൂബ് വല്ലാതെ തുറക്കലില്ല, ഒഴിവില്ലായിട്ട് തന്നെയാണ്. നമ്മളെ വീഡിയോ വിട്ടിട്ട് പിന്നെ നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഞാൻ രാവിലെയാണ് ഇപ്പോൾ ഈ വാർത്തയൊക്കെ കേട്ടത്. പാലക്കാട് 4 കുട്ടികളെ മേത്തേക്ക് വണ്ടിയൊക്കെ വീണത്. അത് കണ്ട് കുറേ കണ്ണിന്ന് വെള്ളം വന്നു കേട്ടോ. വല്ലാത്തൊരു സങ്കടമായ അവസ്ഥ അല്ലേ. എന്തായാലും അവരെ മാതാപിതാക്കന്മാർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ റബ്ബ്. ദുആ ചെയ്യാം. എന്താ പറയണ മക്കളെ, നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരുവോളം ആദ്യമാണ് മനസ്സിക്ക് നമ്മളെ ഷെയ്മോളാണ് കേട്ടോ. ഷെയ്മോള് ഇന്നലെ വൈകുന്നേരം വന്നുകാണ്ട് പൂളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി എന്നെ കൊത്തി നുറുക്കി കഴുകി അടുപ്പത്ത് തീമടട്ടമ്മ അയച്ചപ്പോഴേയോ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞാണ് കേട്ടോ. ഞാൻ അവിടെ കിടക്കായിരുന്നു. ഇന്നലെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞങ്ങളോട് പറഞ്ഞില്ലേ ഷുഗറൊക്കെ നല്ല കുറവുണ്ട് എന്ന്. അപ്പോൾ വയ്യാതെ കിടക്കുക തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും ഈ യൂട്യൂബൊന്നും വല്ലാതെ തുറന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് അറിഞ്ഞിട്ടുമില്ല കേട്ടോ. രാവിലെയാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിക്ക് ഭയങ്കര ഇടങ്ങേറ്. നമ്മളെ മക്കളൊക്കെ അല്ലേ, കുഞ്ഞു കുഞ്ഞു മക്കൾ, നമ്മളെ ഷെയ്മോളൊക്കെ ഇപ്പോൾ സ്കൂളിട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. റബ്ബേ, നമ്മളെ മക്കളൊക്കെ അപകട മരണങ്ങളിൽ നിന്നൊക്കെ റബ്ബ് രക്ഷ നേടി തരട്ടെ. അപ്പോൾ ഭയങ്കര സങ്കടം. എന്തായാലും നമുക്ക് എല്ലാവർക്കും മരിവൊക്കെ കഴിഞ്ഞുകാണ്ട് ഒരു യാസീനൊക്കെ ആ കുട്ടികൾക്കും വേണ്ടി ഓതാലേ. ഞാൻ പിന്നെ അധികമൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. വാർത്തകൾക്കൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയണമല്ലേ, എന്തെങ്കിലും ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ ആ യൂട്യൂബ് നിറച്ചു അതന്നെയായിരിക്കും. അവരെ മാതാപിതാക്കന്മാർ കരയണതും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇടങ്ങാറാ. ഏതായാലും യൂട്യൂബ് നേരം വെളുത്തപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ കാണൽ തുടങ്ങി കേട്ടോ. പിന്നെ കാക്കു പറഞ്ഞു ഈ വല്ലാതെ കാണണ്ട, എനിക്ക് ടെൻഷൻ വരും. എനിക്കും ഇങ്ങനെ കണ്ടാൽ ഭയങ്കര ടെൻഷൻ വരും കേട്ടോ. കണ്ണിന്നൊക്കെ വെള്ളം വരും. പിന്നെ ഇല്ലാത്ത തലവേദന രണ്ടാമതുണ്ടാവും. പിന്നെ എന്താ, യൂട്യൂബ് നിറച്ചു അതന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യോണ്ടി. നമുക്ക് മരിബൊക്കെ നിസ്കരിച്ച് ആ കുട്ടികൾക്കും വേണ്ടി ഒരു ദുആ ചെയ്യുക. അതേപോലെ ഒരു യാസീനൊക്കെ ഓതാലേ. ഇനി പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. ആ ഉമ്മാക്കും ഉപ്പാക്കും അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ റബ്ബ്. നമ്മളെ മക്കളെയൊക്കെ അപകട മരണങ്ങളിൽ നിന്നൊക്കെ റബ്ബ് എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ. രാവിലെയാണ് പോണതാണ്, കുളിച്ചൊരുങ്ങിയാണ്ട് തിന്നൂല, പകുതി തിന്നും, അങ്ങനെ പായണാണ്. വരുവോളം ആദ്യമാണ്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ നമുക്കൊരു ആദ്യമാണ് മനസ്സിക്കില്ലേ. അതിനെപ്പറ്റി പറയുമ്പോൾ വാക്കുകളില്ല എനിക്ക്. അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ. ഇന്നലെ ഷെയ്മോള് ആ പൂളയൊക്കെ കുത്തി നുറുക്കി റെഡിയാക്കി വെച്ച് അതൊക്കെ പീങ്ങി ഉണ്ടാക്കിക്കാണ്ട് അതൊക്കെ തിന്നുകാണ്ട് കിടന്നാണ്. രാവിലെ ലേസം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കടുകറുത്തുകാണ്ട് അതൊരു ചാറാക്കി കാണുന്ന ചോറ്റക്ക് ഒരു ചാറാവുമല്ലോ കരുതിക്കാണ്ട് അതിനില്ല പരിപാടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് മനസ്സിക്കൊരു ടെൻഷൻ തന്നെയാണല്ലോ ഇങ്ങനത്തെ കേൾക്കുമ്പോൾ തന്നെ. നമുക്ക് മനസ്സിക്കൊരു ആദ്യമാണ്, ഒരു പേടിയാണ്, വിഭ്രാന്തിയിലെ. ഇനി കുറച്ച് ദിവസം ആ മനസ്സിൽ നിന്ന് വിട്ടു പോകൂല കേട്ടോ. നമുക്കൊക്കെ ഉണ്ട് കുഞ്ഞു മക്കൾ. അതേപോലെ ഷെയ്മോള് റിതു ഓലൊക്കെ സ്കൂളിൽ പോകണല്ലേ. നമുക്കൊക്കെ അവർ വരുവോളൊരു ആദ്യം തന്നെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇട്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് നമുക്കൊരു പേടി തന്നെ ആരും. ഒരു 5 മിനിറ്റ് നേരം വൈകിയാൽ നമുക്ക് പേടി തന്നെ ആരും നമ്മളെ മക്കളില്ലേ. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കാനും മൂടില്ല. ആ പൂള ലേസം ബാക്കിയുണ്ടായിനി. അത് ഞാൻ എന്ത് കാട്ടി, കടുക് അറുത്തുകാണ്ട് ഒരു കറി ആക്കിക്കാണ്ടാണ് വെച്ചു കേട്ടോ. പിന്നെ ചോറ് ലേസം അവിടെ തിളപ്പിച്ച് ഊറ്റിക്കാണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതിക്ക് എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കട്ടെ. ലേസം മൂരുണ്ട് അവിടെ കിടക്കണം. അതുകൊണ്ട് ഒരു പരിപാടി ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാണ് കണ്ടോളി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങൾക്കും ഉണ്ടാക്കിക്കോളി. കാന്താരി മുളക് ഇടുക കേട്ടോ മക്കളെ. കാന്താരി മുളക് ഇവിടെ ഇല്ല. കാന്താരി മുളക് ഇനി അതിൽ പരക്കം പാഞ്ഞ് നടക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് കാട്ടി, 2 പച്ചമുളകും 4 കിട്ടി അമ്പളതീമെന്ന് കേട്ടോ. അതാണ് കുത്തി ചായച്ചിക്കാണ്ട് നമ്മളെ ഉണക്കലീനുണ്ടല്ലോ, ഉണക്കലീൻ ചുട്ടുകാണ്ടൊക്കെയാണ് കേട്ടോ. അടുപ്പിൽ കണയൊന്നുമില്ലല്ലോ. കണലുണ്ടാവുമ്പോൾ ചുട്ടുകാണ്ട് എടുത്തുകാണ്ട് അത് അതിലിട്ടുകാണ്ട് ചതച്ചാൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണക്കലീൻ ഇന്നലെ അന്തിക്ക് പൊരിച്ചതാണ്. അതിൽ ലേസം ബാക്കിയുണ്ട്. അതായി ഇനിയിപ്പോൾ അതിൻ്റെ തല എടുത്തുകാണ്ട് അതും ഇട്ടുകാണ്ടാണ് ചതക്കട്ടെ. 2 ചീരുള്ളി ഉണ്ടെങ്കിൽ ചീരുള്ളി ഇട്ടോളി, നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ നിന്നിപ്പോൾ ചീരുള്ളി ഇല്ല, അപ്പം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇല്ലാത്ത മാതിരി ഇങ്ങനെ പറയണ്ടേരുതി കണ്ട് നമ്മൾ ദാരിദ്ര്യം കാര്യങ്ങളൊന്നും പറയല്ല കേട്ടോ. ഞാൻ പല യൂട്യൂബ് കാര്യങ്ങളൊക്കെ കാണലുണ്ട്. ഒഴിവ് കൊടുക്കണം നമ്മളെപ്പോലെ സാഹചര്യങ്ങൾ കഴിയുന്ന ആളുകളെയൊക്കെ വീഡിയോസ് ഞാൻ വാച്ച് ചെയ്യുന്ന ആളാണ്. ഓലെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ അതും ഇതൊക്കെ എഴുതി വെക്കണം, ഞാൻ കാണുന്നുണ്ട് കേട്ടോ നമ്മളെ പറ്റിയൊക്കെ. പിന്നെ ഞാൻ അതിനൊന്നും മറുപടി പറയലില്ല. പറയണോല് പറഞ്ഞോട്ടെ, ഓല തൊള്ള അടക്കാൻ നമുക്ക് കഴിയൂല. ഇവിടുത്തെ കണ്ട് അവിടെ പോയി പറഞ്ഞ്, അവിടുത്തെ കണ്ട് ഇവിടെ വന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അതിനൊന്നും
കമൻറ്റിന് മറുപടി കൊടുക്കാനും പോയിട്ടില്ല. ഞാൻ അവരെ വീഡിയോസുകളൊക്കെ കാണുന്നതാണ്. അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടപ്പോൾ 2-3 താത്താർ അതന്നെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, നമ്മളില്ല പോലെ കാണിച്ചു തരികയാണ്. അത് എഴുതിക്കാണ്ട് ഒരു 10 റുപ്യ തരുമോയെന്ന് ഞാൻ ആരോടും ചോദിച്ചാലുമില്ല, കജ്ജ് ഇട്ടാൻ പോകലുമില്ല. അപ്പോൾ നിങ്ങൾ അതിന് അങ്ങനത്തെ അമ്മാരിലെ കമൻറ്റുകൾ നിങ്ങൾ ആരും എഴുതേണ്ട ആവശ്യമല്ലല്ലോ. ആണെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പടിച്ച് പോയിക്കോളി. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓരോ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ നമ്മളും വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇനി പറയണില്ല. അപ്പോൾ പറഞ്ഞവർക്ക് മനസ്സിലായിക്കും ആരെ വീഡിയോൻ്റെ അടിയിലാണ് പോയി കമൻറ്റ് ഇട്ടിക്കണമെന്ന് കേട്ടോ. അപ്പം മോരാണ് കേട്ടോ, നമ്മൾ ഉണക്കലീനും ഗാന്ധാരി മുളകും അതേപോലെ മോരും. ചീരുള്ളി ഉണ്ടെങ്കിൽ ചീരുള്ളി ഒന്ന് ചായച്ചുകാണ്ട് അതും ഇട്ടുകൊണ്ട് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഉപ്പ് ആ ഉണക്കമീനിലുണ്ടാവും. നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. തൊള്ളിയിൽ ഇങ്ങനെ വെള്ളം ഊറും, അജാതി സ്മെല്ലാണ് വരുന്നത്. അത് ഇനി ഇങ്ങനെ നല്ലോ ഇളക്കിയിട്ട് നമ്മളെ കൂട്ടാൻ്റെ മുൾക്കൂടെ ഇട്ട് കണ്ടാണ് തിന്നാണ്ടല്ലോ, വലിയ രസമാണ് കേട്ടോ. ചോറുണ്ടെങ്കിൽ ലേശം ചോറും കൂട്ടിക്കോളി. ഇന്ന് ഇത് തന്നെയാണ് സ്പെഷ്യൽ. ഇല്ല തന്നെ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരുള്ളൂ. ആണെങ്കിൽ കണ്ടാൽ മതി. ചിലർക്ക് വലിയ ബൗസിൽ നമ്മൾ കാട്ടി കൊടുക്കണം, അതിന് ഇല്ലതല്ലേ നമുക്ക് കാട്ടിത്തരാൻ പറ്റുള്ളൂ. എന്നാലും നമ്മളെ ഒരുപാട് സ്നേഹിക്കണം മാണിക്കക്കല്ലുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. ഓൽക്കൊക്കെ മനസ്സിലാവും. ഓല പെരയിലും ഇങ്ങനെ തന്നെയൊക്കെയാണ്. പിന്നെ ഇപ്പം എൻ്റെ വീഡിയോ അല്ലോണ്ട് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്, ഓൽക്ക് വീഡിയോ ഒന്നുമില്ല. പിന്നെ വലിയ VIP കാര്യങ്ങളായിട്ട് ചിലോല് പറയണ കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ എന്താ എങ്ങനെയാ താത്താന്നൊന്നും ചോദിച്ചാണ്ട. ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണ്ടേ, അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്നാണ് പോയി നോക്കുകൊണ്ട് നമ്മളെ പറ്റി മാണ്ടാത്തരം പറയണത്. എന്തിനാ അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറയണത്? ഞാൻ ആരോടും കൈജ് കിട്ടാനും പോയിട്ടില്ല, ആരോടും 10 റുപ്യ തരുമോയെന്നും ചോദിച്ചിട്ടില്ല, ദാരിദ്ര്യം പറഞ്ഞിട്ടില്ല. ഇല്ല പോലെ കാണിച്ചു തരും. ഇതാണ് ഇപ്പം എഞ്ചോടത്തെ കൂട്ടാനെന്ന്. അത് ഞാൻ നിങ്ങൾക്കാണ് കാണിച്ചു തരുന്നത്. എന്തേ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. ഇതുതന്നെയാണ് നല്ല ടേസ്റ്റിൽ. ഇതിക്ക് ചോറും ഇടും, ആ മോരും ആ ഉണക്കമീനും കാന്താരി മുളകൊക്കെ ഇട്ടതും അതേപോലെ നമ്മളെ കൂട്ടാനും കുഴച്ചിക്കാണ്ടാണ് ചോറുന്ന. അതന്നെ റാഹത്താണ്. അൽഹംദുലില്ലാ 1000 വട്ടം പറയണേ ഞാൻ കേട്ടോ. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് കഴിയണത്. അപ്പം ബാഡ് കമൻറ്റ് ഇടരുത്. അവിടെയും ഇവിടെ ആരാൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിക്കാണ്ട് ഇടരുത് കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, കാര്യമൊക്കെ ശരിയാണ്. എന്നാലും അജാതി കമൻറ്റുകളൊന്നും ഇടരുത് പറയാം. അപ്പം നമ്മളെ മുത്തുമണികളെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടല്ലോ നിങ്ങൾ. നമ്മളെ അടുത്തില്ലത് സ്പെഷ്യലായി ഇങ്ങൾക്കത് കാണിച്ചു തരിക എന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം ഇനിയിപ്പോൾ ബിരിയാണിയും നെയ്ച്ചോറും അവിടെയും ഇവിടെയും പോയിക്കാണ്ട് കടം വാങ്ങി കൊടുന്ന് കാട്ടിത്തരാമല്ല. സാമ്പത്തികമൊന്നും ഇപ്പം അമ്മക്കില്ല, നിങ്ങൾക്ക് അറിയില്ലേ. ദാരിദ്ര്യം പറയല്ല, ഇല്ലായ്മ വിളിച്ച് പറയല്ല. ഇല്ല മാതിരി കാണിച്ചു തരുന്നത് കണ്ടാൽ മതി നിങ്ങൾ. അപ്പം മാണ്ടിയോല് കണ്ടാൽ മതി, മാണ്ടാത്തത് കാണാൻ നിൽക്കണ്ടല്ലോ അല്ലേ. എന്താ വെച്ചാൽ അതും ഇതും വിളിച്ച് പറയാനും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ വളരെ മോശമാണ് അതൊക്കെ. വേറെ വല്ല കമൻറ്റ് ബോക്സിലൊക്കെ പോയി എന്നെ പറ്റിക്കാണ്ട് അനാവശ്യം എഴുതി വിടണതൊക്കെ കേട്ടോ. വളരെ തെറ്റുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ ആ താത്ത നല്ല സൂപ്പറാ അറിയും, അപ്പുറത്ത് പോയിക്കാണ്ട് ഇങ്ങനെയും പറയും. അപ്പോൾ അത് ഞാനടക്കം പെണ്ണുങ്ങളെ ഓരോ സ്വഭാവങ്ങളാണ് അതൊക്കെ. അപ്പോൾ ബാഡ് കമൻറ്റ് ദയവ് ചെയ്ത് ഇടരുത് അനാവശ്യമായിട്ട് അവിടെയും ഇവിടെയൊക്കെ പോയിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഒന്ന് ലൈക്ക് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി. അമ്മ റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് കാണണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി. അപ്പോൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. ഞാൻ മക്കളെയും കൊണ്ട് കുളിമുറിക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി കേട്ടോ. ഓലെ 2 ആളെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ച് കണ്ട് കയറി വന്ന കേട്ടോ. ഇങ്ങനെ തന്നെയാണ് അധിക ദിവസം കാണിക്കൽ കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കാക്കുണ്ട്. അപ്പോൾ പിന്നെ കാക്കു തന്നെയാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. അപ്പോൾ തലേന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നാണ് കേട്ടോ. കാക്കു ഉണ്ടാവുമ്പോൾ പുറത്ത് വെക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് കാട്ടും, ഓലെ 2 ആളെയും കുളിമുറി കയറിക്കാണ്ട് കയറ്റിക്കാണ്ട് ഞാനും കുളിക്കൂട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കോണിമ കൂടെയൊക്കെ കയറി പോകും. നമ്മൾ കുളിച്ച് വരുമ്പോഴത്തേന് ഓല് അതിൽ ഇതിലേക്ക് പോകും. അപ്പോൾ പുതിയ വീഡിയോയും കാര്യമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.